everyone, welcome to Civilians. GATE exam preparation strategies and the subject weightage എന്ന ടോപ്പിക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ഗേറ്റ് എക്സാം പാറ്റേൺ എന്ന് നോക്കാം. ഗേറ്റിന് 1 phase എക്സാം ആണ് ഉള്ളത്. ഓക്കെ, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ സെലക്ടഡ് ക്വസ്റ്റ്യൻ, ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, ടോട്ടൽ ഡ്യൂറേഷൻ എത്രയായിരിക്കും? 3 hours ആണ് ഗേറ്റിന്റെ എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് 65 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാർക്ക് വരുന്നത് 100 മാർക്സ് ആണ് ടോട്ടൽ മാർക്സ്. നമ്മുടെ നെഗറ്റീവ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? നെഗറ്റീവ് മാർക്ക് വരുന്നത് only multiple choice questions മാത്രമാണ് നെഗറ്റീവ് മാർക്ക് വരുന്നത്. നെഗറ്റീവ് മാർക്ക് 1/3 ആയിരിക്കും നെഗറ്റീവ് മാർക്ക് ഉള്ളത്. MSQനും NATയിലും നെഗറ്റീവ് മാർക്സ് ഇല്ല. നമ്മുടെ പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, മാത്സ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, ടെക്നിക്കൽ ചോദിച്ചിരിക്കുന്നത് ഒരു 72% ടെക്നിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിൽ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ഒരു 50% ക്വസ്റ്റ്യൻ ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും. അതുപോലെ തന്നെ മാത്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 30% മാത്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ടെക്നിക്കൽ സബ്ജക്ട്സ് ഏതൊക്കെയായിരിക്കും? GT, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. ഇതിൽ ബേസിക്കലി മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടത് GTക്കാണ്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിനാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ നോക്കേണ്ട ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ സബ്ജക്റ്റിന്റെ വെയിറ്റേജ് അനുസരിച്ച് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ വരുന്നത് നോക്കിക്കേ, GT ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് 9 to 11 ക്വസ്റ്റ്യൻസിൽ അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഒരു 50 to 60% വരെ മാർക്ക് നമ്മുടെ GTയിൽ നിന്ന് ചോദിക്കാം. അതേപോലെ തന്നെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് സെക്കൻഡ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിലാണ്. ഇവിടെ 6 to 7 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്ന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് 10 to 11% മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ 5 to 6 ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ 11 ആയിരിക്കും, അതിന്റെ 11% ആയിരിക്കും മാർക്സ് വരുന്നത്. ടോട്ടൽ അങ്ങനെ 65 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ മാർക്ക് ടോട്ടൽ മാർക്സ് 100 മാർക്സ് ആയിരിക്കും. ദെൻ നമ്മൾ ഗേറ്റ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഓർഗനൈസിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് IITസും IISc ബാംഗ്ലൂരുമാണ്. ഗേറ്റ് 2025 IIT റൂർക്കി ആണ് പ്രിപ്പയർ ചെയ്തത്. ഇനി വരാനിരിക്കുന്ന ഗേറ്റ് എക്സാം IIT ഗുവാഹട്ടിയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, IIT ഗുവാഹട്ടി പ്രിപ്പയർ ചെയ്ത ഒരു എക്സാം ആണ് ഗേറ്റ് 2021. അതിലെ എക്സാം പാറ്റേൺ നമുക്കൊന്ന് നോക്കാം. എക്സാം പാറ്റേണിന്റെ വെയിറ്റേജ് അനുസരിച്ച് സബ്ജക്ട് വെയിറ്റേജ് അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസിൽ ടോട്ടൽ മാർക്ക് വരുന്നത് 10 ഓർ ടോട്ടൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് 10 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ 5 ക്വസ്റ്റ്യൻസ് 1 മാർക്ക് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ 5 ക്വസ്റ്റ്യൻസ് 2 മാർക്ക് ക്വസ്റ്റ്യൻസുമാണ്. ടോട്ടൽ വെയിറ്റേജ് വരുന്നത് 50% ആണ്. നമ്മൾ GT എടുത്തു കഴിഞ്ഞാൽ ടോട്ടലി 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ 2 ക്വസ്റ്റ്യൻസ് 1 മാർക്കും അതേപോലെ തന്നെ 1 ക്വസ്റ്റ്യനിൽ 2 മാർക്സുമാണ് ചോദിച്ചിരുന്നത്. ടോട്ടൽ വെയിറ്റേജ് 30% ആയിരുന്നു GTക്കുള്ള വെയിറ്റേജ്. ഇനി നമ്മൾ RCC എടുത്തു കഴിഞ്ഞാൽ 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ വെയിറ്റേജ് 4%. അപ്പൊ നമ്മൾ വെയിറ്റേജ് കുറഞ്ഞ സബ്ജക്റ്റ് ഗേറ്റ് ലെവലില് ഏറ്റവും വെയിറ്റേജ് കുറഞ്ഞ സബ്ജക്റ്റ് നമ്മുടെ ഇറിഗേഷൻ, ഹൈഡ്രോളജി അതുപോലെ തന്നെ സർവേ, RCC ഒക്കെ വെയിറ്റേജ് കുറവാണ്. നമ്മൾ GT എടുത്തു നോക്കുകയാണെങ്കിൽ വെയിറ്റേജ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ ടോപ്പിക് വൈസ് നോക്കുകയാണെങ്കിൽ GT ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട സബ്ജക്റ്റ്. GT, എൻവയോൺമെന്റ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, സ്ട്രക്ചറൽ അനാലിസിസ് ഒക്കെ വെയിറ്റേജ് കൂടിയ ടോപ്പിക്സ് ആണ്. ഇനി
നമുക്ക് നോക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എക്സാമിന്റെ പാറ്റേൺ നമുക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഗേറ്റ് എക്സാമിന്റെ ഡിമാൻഡ്സ്. ഇവിടെ ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മോർ ദാൻ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഗേറ്റ് എക്സാമിന് വരുന്നത്. ടെക്നിക്കൽ എക്സാമിനെ കാട്ടി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഗേറ്റിന് കൂടുതലായിട്ട് ചോദിക്കുന്നത്. അപ്പൊ ആ ന്യൂമറിക്കൽ എക്സാം ഏതൊക്കെയാണ്, ഏതൊക്കെ സ്ഥലത്തു നിന്നാണ്, അതായത് ടോപ്പിക്സ് ഏതൊക്കെയാണ്, GT ആണെങ്കിൽ കൺസോൾട്ടേഷൻ, അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടായിരിക്കും. ആ ടോപ്പിക്സ് വൈസ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് നോക്കി നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഓഫ് എക്സാം അറിഞ്ഞിരിക്കണം. സെക്കൻഡ് എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിലാണ് പാറ്റേൺ ഓഫ് ദ എക്സാംസ്, സീക്വൻസ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ വരുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ദ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് തന്നെ ലെക്ചർ നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. ഈ ലെക്ചർ നോട്ട്സ് എഴുതുന്ന സമയത്ത് തന്നെ വർക്ക് ബുക്ക്, അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നെങ്കിൽ മാത്രമേ നമുക്ക് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ദ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്, തേർഡ് ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് നമ്മുടെ റിവിഷൻ എന്ന് പറയുന്നത്. റിവിഷൻ ആണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫൈനൽ വൺ ഈസ് ദ മോക്ക് ടെസ്റ്റ്. ഈ സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. ഓക്കെ, തേർഡ് സ്റ്റേജിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ്ലി ചെയ്യേണ്ടത് മോക്ക് ടെസ്റ്റ് ആണ്. മോക്ക് ടെസ്റ്റ് നമ്മുടെ ഇറേഴ്സ്, എവിടെയൊക്കെയാണ് നമുക്ക് തെറ്റ് വരുന്നത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മുടെ തെറ്റ് വരുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്ഫുൾ ചെയ്യുന്ന ഒരു, നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. അതുവഴി നമുക്ക് ഡ്യൂറേഷൻസ്, നമ്മുടെ എക്സാമിന്റെ ടെസ്റ്റ് ഡ്യൂറേഷൻസ് എങ്ങനെയൊക്കെയാണ്, നമുക്ക് സ്പീഡ് ചെയ്യേണ്ടതുണ്ടോ എന്നും നമുക്ക് അറിയാനായിട്ട് പറ്റുന്നു. ഫൈനലി നമ്മുടെ ടിപ്സ് പറയുകയാണെങ്കിൽ, നമ്മൾ ഏതാണ് ഹൈലി വെയിറ്റേജ് ചെയ്ത് കൊടുക്കേണ്ട സബ്ജക്റ്റ്, അതിന് പ്രയോറിറ്റി കൊടുത്ത് തന്നെ നമുക്ക് പഠിക്കാൻ നോക്കണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പ്രാക്ടീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, പിന്നെ പ്രോപ്പർ ആയിട്ട് റിവിഷൻ നടത്തണം. റിവിഷൻ നടത്തുന്ന സമയത്ത് തന്നെ നമുക്ക് ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇക്വേഷൻസ് ഒരു വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബുക്കിൽ എഴുതി തന്നെ നമ്മൾ പഠിക്കാൻ നോക്കണം. ഓക്കെ, ഈ രീതിയിലെല്ലാം നമ്മൾ ഒരു പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഈസി ആയിട്ട് ഗേറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ നോക്കിയത് എന്താണ്, എക്സാം പാറ്റേൺസും അതുപോലെ തന്നെ വെയിറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസുമാണ്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. Start your preparations for engineering competitive exams from top educators. Learn from the best.